നമസ്കാരം. യൂറോപ്പിനെയും ആഫ്രിക്കയും ബന്ധിപ്പിച്ചുകൊണ്ട് കടലിനടിയിലൂടെ വമ്പൻ തുരങ്കം വരുന്നു. ജിബ്രാൾട്ടർ കടലിടുക്കിന് താഴെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ പദ്ധതിക്ക് സ്പാനിഷ് സർക്കാരിന്റെ പച്ചക്കൊടി ലഭിച്ചതോടെയാണ് പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിന് അറുതിയാകുന്നത്. നിലവിലെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തുരങ്കം നിർമ്മിക്കുന്നത് സാധ്യമാണെന്ന് വിദഗ്ധർ സാക്ഷ്യപ്പെടുത്തിയതോടെ ആഗോളതലത്തിൽ തന്നെ വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഈ പ്രോജക്റ്റ്. ഒക്ടോബറിൽ സ്പാനിഷ് സർക്കാർ നിയോഗിച്ച ജർമ്മൻ തുരങ്ക വിദഗ്ധരായ ഹെറൻനെറ്റിന്റെ പഠനത്തിൽ നിലവിലുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കടലിടുക്കിന് താഴെ ഒരു റെയിൽവേ തുരങ്കം കുഴിക്കുന്നത് സാങ്കേതികമായി കൈവരിക്കാനാകുമെന്ന് കണക്കാക്കിയിരുന്നു. അതിനുശേഷം അടുത്ത വർഷം അവസാനത്തോടെ പദ്ധതിയുടെ ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കാൻ സ്പാനിഷ് കൺസൾട്ടൻസി സ്ഥാപനമായ ഇനോക്കയെ ചുമതലപ്പെടുത്തി. 2027 ഇതിന് അംഗീകാരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. യൂറോപ്പിനും ആഫ്രിക്കയ്ക്കും ഇടയിൽ ഒരു മനുഷ്യനിർമ്മിതമായ ബന്ധം സൃഷ്ടിക്കുക എന്ന ആശയം ആദ്യമായി ഉയർന്നു വന്നത് 1970കളിലാണ്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും സർക്കാർ അജണ്ടകളിലും ഇക്കാര്യം ഇടയ്ക്കിടെ ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഇതുവരെ വ്യക്തമായ നടപടികളൊന്നും സ്വീകരിച്ചിരുന്നില്ല. പദ്ധതിയുടെ പ്രായോഗികത വിലയിരുത്തുന്നതിനായി 1979 ഒരു സംയുക്ത സ്പെയിൻ മൊറോക്കോ കമ്മിറ്റി സ്ഥാപിക്കുന്നത് പഴയ നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നു. തെക്കൻ സ്പെയിനെയും മൊറോക്കോയും വേർതിരിക്കുന്ന 9 മൈൽ ജലാശയത്തിനടിയിലെ നിർദ്ദിഷ്ട തുരങ്കം 1994 തുറന്ന ഇംഗ്ലീഷ് ചാനലിന് കീഴിലുള്ള ബ്രിട്ടനെ വടക്കൻ ഫ്രാൻസുമായി ബന്ധിപ്പിക്കുന്നതുമായ യൂറോ ടണലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടായിരിക്കും. ആകെ 26 മൈലാണ് ദൂരം. ഇതിൽ 17 മൈലും കടലിനടിയിലൂടെയാണ് കടന്നു പോകുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 1540 അടി ആഴത്തിലാണ് തുരങ്കം നിർമ്മിക്കുക. ഇത് ഇംഗ്ലീഷ് ചാനലിലെ പ്രശസ്തമായ യൂറോ ടണലിനേക്കാൾ 6 ഇരട്ടി ആഴമേറിയതാണ്. ട്രെയിൻ മാർഗമുള്ള യാത്രയ്ക്ക് വെറും 30 മിനിറ്റ് മാത്രം മതി. 1970കളിൽ തന്നെ ഇത്തരം ഒരു തുരങ്കത്തിന്റെ ആശയം ഉയർന്നു വന്നിരുന്നെങ്കിലും ഭൂമിശാസ്ത്രമായ വെല്ലുവിളികൾ കാരണം അത് നീണ്ടുപോവുകയായിരുന്നു. എന്നാൽ ജർമ്മൻ കമ്പനിയായ ഹെറൻനെറ്റ് നടത്തിയ പഠനത്തിൽ ഈ പദ്ധതി സാങ്കേതികമായി സാധ്യമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. തുടർന്നാണ് സ്പാനിഷ് കൺസൾട്ടൻസിയായ ഇനോക്കയെ പദ്ധതിയുടെ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കാനുള്ള ചുമതല ഏൽപ്പിക്കുന്നതും. ഏകദേശം 8.5 ബില്യൺ യൂറോ, അതായത് ഇന്ത്യൻ രൂപയിൽ 75,000 കോടി രൂപ ചെലവാണ് ഇതിന് പ്രതീക്ഷിക്കുന്നത്. യൂറേഷ്യൻ ആഫ്രിക്കൻ ടെക്ടോണിക് പ്ലേറ്റുകൾ സന്ധിക്കുന്ന മേഖലയായതിനാൽ ഭൂചലന സാധ്യതകൾ വലിയ വെല്ലുവിളിയാണ്. 2 വെവ്വേറെ റെയിൽ തുരങ്കങ്ങളാകും നിർമ്മിക്കുക. യാത്രക്കാർക്കായിട്ടുള്ള ഹൈസ്പീഡ് ട്രെയിനുകൾക്കും ചരക്ക് ഗതാഗതത്തിനും ഇത് ഉപയോഗിക്കാം. 2030 പ്രാഥമിക ജോലികൾ ആരംഭിക്കാനും 2035-നും 40-നും ഇടയിൽ പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനുമാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ എന്നീ രാജ്യങ്ങൾ ചേർന്ന് ആതിഥേയത്വം വഹിക്കുന്ന 2030 ഫിഫ ലോകകപ്പിന് മുൻപ് ഇത് പൂർത്തിയാക്കാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും നിർമ്മാണത്തിലെ സങ്കീർണത കാരണം ആ ലക്ഷ്യം പ്രായോഗികമല്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. യൂറോപ്പും വടക്കൻ ആഫ്രിക്കയും തമ്മിലുള്ള സാമ്പത്തിക സാംസ്കാരിക ബന്ധങ്ങൾ ഈ തുരങ്കം വരുന്നതോടെ പുതിയ തലത്തിലേക്ക് ഉയരുമെന്നാണ് കരുതപ്പെടുന്നത്.